ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഇന്ന് കാണിക്കുന്നത് ഫ്രണ്ടിൽ പ്ലീറ്റഡ് ആയിട്ട് വരുന്ന നല്ലൊരു പാർട്ടി വെയറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 7 മീറ്റേഴ്സ്, ഇവിടെ ധാരാസിംഗ് എന്ന് പറയും, നാട്ടിലേക്ക് എന്താ പറയുക ക്ലോത്തിന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ 3 മീറ്റർ, ഒരു 2.5 മീറ്റർ ഒക്കെ മതി കേട്ടോ ലൈനിങ്. ഞാനൊരു 3 മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ലെങ്ത്ത് വന്നിട്ട് 41 ഉണ്ട്, പിന്നെ വിഡ്ത്ത് ഞാനൊരു 16 എടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ് പീസാണ്. നമുക്ക് മെയിൻ പാർട്ട് വന്നിട്ട് നല്ല ലെങ്ത്ത് വേണം കേട്ടോ, ഫുൾ ലെങ്ത്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ. ചെരിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലോത്ത് അതൊന്ന് ലെവലായി കിട്ടാനാണ്. പിന്നെ ഷോൾഡർ വന്നിട്ട് 6 എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആം ഹോളും 6 തന്നെ എടുക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഇത് എൻ്റെ മെഷർമെൻറ്റിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ മെഷർമെൻറ്റ്, നിങ്ങളെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക കേട്ടോ. ആം ഹോള് 6, പിന്നെ നമ്മൾ ബ്രസ്റ്റ് ഇത് വന്നിട്ട് 32 ആണ്, 8 ഇട്ടിട്ട് പിന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ട് വേസ്റ്റിൻ്റെ അവിടുത്തെ മാർക്കിങ് ചെയ്യാം കേട്ടോ. ഞാനൊരു 15 എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് നമ്മൾ ബ്രസ്റ്റിൻ്റെ അവിടുത്തെ സൈസിന് ഒരു 1/2 ഇഞ്ച് കുറക്കുക കേട്ടോ. 7.5 വന്നിട്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ട് അവിടുത്തെ ആ ഷേപ്പിൻ്റെ അവിടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ വന്നിട്ട് 6 അല്ല എടുത്തത്, അപ്പോൾ 5.5 ആം ഹോളിൻ്റെ അവിടുത്തെ ആ ലെങ്ത്ത് ഒന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫുൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ഞാൻ 3 ആണ് വിഡ്ത്ത് എടുക്കുന്നത്, 2 ആട്ടോ. സോറി, ഞാൻ കാണിക്കുന്നത് കാണുന്നില്ല, ക്യാമറ ഇപ്പുറത്തോട്ട് വെച്ചത് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 3 വിഡ്ത്ത് എടുക്കുന്നുണ്ട്, 2 ലെങ്ത്ത് എടുക്കുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നല്ല ഫുൾ കവറായിട്ടുള്ള നെക്കാണ് കൊടുക്കുന്നത്. പിന്നെ ബാക്കിൽ വന്നിട്ട് സിബ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കത്തെ മാർക്കിങ് മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പിന്നെ മെയിൻ പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് കൊടുക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലത്തെ ആം ഹോളിൻ്റെ ഷേപ്പ് അപ്പോൾ ഇതാ 16 അല്ല എടുത്തിരുന്നത്, ആ ലാസ്റ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്കിങ്, ലൈനിങ് മൊത്തം മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാർട്ടി വെയർ പാൻറ്റിൻ്റെ കൂടെ വെയർ ചെയ്യണമെങ്കിൽ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് പാൻറ്റും കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഫുൾ ലോങ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട്. കല്യാണത്തിന് നല്ലൊരു അഭിപ്രായം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫാമിലിയിലെല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതോ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് നമ്മൾ ആം ഹോളില്ലേ അവിടെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്യുക കേട്ടോ. ഞാനൊരു 7 ഇഞ്ച് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലും നല്ലത് ഇങ്ങനെ ആം ഹോളിൻ്റെ ആ സ്ട്രെയിറ്റ് ലൈൻ ഇല്ലേ അവിടെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ വേണമെങ്കിൽ. ഇനി ഇതാ നമുക്ക് മെയിൻ ക്ലോത്തിൽ ബാക്ക് പാർട്ട് ഫസ്റ്റ് ഡബിൾ ലെയർ മാത്രം ആട്ടോ എടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ ബാക്ക് പീസ് മാത്രമേ ഇതേപോലെ കട്ട് ചെയ്യുന്നുള്ളൂ. ഫ്രണ്ടിൽ ഫ്രില്ല് വരുന്നതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് തന്നെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടിച്ചാൽ അത്ര മെയിൻ പാർട്ട് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 3 എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എനിക്ക് എത്ര 54 എത്ര എടുത്തിട്ടോ ഞാൻ, എൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ മേലത്തെ പാർട്ടില്ലേ അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ നൈറ്റിലാണ് ചെയ്തത്. കുട്ടി കുറച്ച് കുറുമ്പായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആണോ എന്നൊന്ന് പറയട്ടോ.
അപ്പോൾ ഇതാ മേലത്തെ പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനിയാണ് ഞാൻ ആം ഹോളിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വരെ ഇതാക്കാം. ഞാൻ കൂടുതൽ തടിയില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് ഉള്ളോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മേലത്തെ പാർട്ടും റെഡി ആയിട്ടോ. എന്താ ഞാൻ സ്ലീവ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പ്ലീറ്റ് കട്ട് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഈ കട്ട് ചെയ്തെടുക്കാൻ കൂടുതൽ ക്ലോത്ത് വേണമല്ലോ. അപ്പോൾ ഞാൻ നല്ല 7 മീറ്റർ ക്ലോത്ത് എടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ അത് നീളത്തിൽ അതിൻ്റെ സാരി പന്ന എന്നറിയില്ലേ, അപ്പോൾ നല്ല ലെങ്ത്തുള്ള ക്ലോത്ത് ആയിരുന്നു. അതെനിക്ക് ലെവലായിരുന്നു. ഒന്നും മടക്കി അടിക്കാനും കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുക ചെയ്തത്. ഇപ്പോൾ ഇതാ ഞാൻ നെക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മേലത്തെ പാർട്ട് ഫസ്റ്റ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്ക് 2 സ്റ്റിച്ച് ഇട്ടിടുക കേട്ടോ. 2 സ്റ്റിച്ച് എടുത്തൊട്ടിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് മുന്നിൽ ഒരിത്തിരി പോലും സ്റ്റിച്ച് കാണാത്ത ടൈപ്പിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഞാൻ അതിന് കുറച്ച് ഹാൻഡ് വർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ടൈം ഉണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങിയത് കേട്ടോ. പക്ഷെ ഞാൻ ടൈം ഉണ്ടാക്കി, നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിനിഷ് ചെയ്യണമല്ലോ. അപ്പോൾ ടൈമൊക്കെ ഇതാക്കി ഞാൻ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ലൈനിങ് പീസുമ്മ സ്റ്റിച്ച് വരുന്ന മാതിരി ഓപ്പൺ ചെയ്തിട്ട് വേണം കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ലൈനിങ് പീസിൻ്റെ അതിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ ക്ലിയർ ഉണ്ടാവില്ല, പക്ഷെ അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. ഞാൻ പറയില്ല, ഞാൻ നൈറ്റിലാണ് ഇതൊക്കെ എടുക്കുന്നത്, അതുകൊണ്ട് വീഡിയോ അത്ര വെളിച്ചല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ. ഇനി ഇതാ ബാക്കത്തെ പാർട്ടും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നെക്കും അടിച്ചെടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സിബ് വെക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ മുന്നേ ഞാൻ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ലോങ് വീഡിയോ ആയാൽ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്ലീവ്സ് കട്ട് ചെയ്യുന്നത് അതൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നതല്ലേ. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ അയണും കൂടി ചെയ്യുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സിബൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതായത് നമ്മളെ ബോഡീൻ്റെ മേലത്തെ പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസില്ല ലൈനിങ്ങിൻ്റെ അതിലാട്ടോ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. മനസ്സിലെ പ്ലീറ്റ് ഞാൻ ക്ലോത്ത് തോനെടുത്തതുകൊണ്ട് ഞാൻ ഇത്ര ക്ലോത്ത് കൊണ്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോത്തിനനുസരിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നല്ല ഉള്ളോട്ടാക്കിയിട്ടാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് ഇത് ടോപ്പ് ഒരു ഷോളും ചെയ്തെടുക്കാൻ 7 മീറ്ററിൽ ഒത്തിരി പോലും ആക്കിയിട്ടില്ല കേട്ടോ. കറക്റ്റ് 7 മീറ്റേഴ്സ് വേണ്ടി വന്നു. അപ്പോൾ ഇതാ ഫസ്റ്റ് ഒരു 2 ഇഞ്ചോളം നമുക്ക് അത് സെയിം പ്ലീറ്റ് ഒന്നും ഇടാണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഉണ്ട് നമ്മൾ പ്ലീറ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇട്ടെടുത്ത് നോക്കി. ഞാൻ കുറേ ടൈം പിടിച്ചു. അപ്പോൾ ഞാനതാ നമ്മളെ കട്ടറല്ലേ, ത്രെഡ് കട്ടർ, അതുകൊണ്ടൊക്കെ ഉള്ളിലാക്കിയിട്ടാട്ടോ ഞാൻ പിന്നെ പ്ലീറ്റ് ഇട്ടെടുത്തത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ടൊന്നും കാണിക്കുന്നില്ല, കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര ടൈം പിടിക്കും. ഈ ഒരു പ്രോസസ്സ് നല്ല ടൈം പിടിക്കും കേട്ടോ. പിന്നെ ഇതിലേറെ ടൈം പിടിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അയണിങ് കേട്ടോ. അയണിങ്ങിന് കുറേ ടൈം പിടിക്കും. അപ്പോൾ നമ്മൾ ഫ്രില്ലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സെറ്റാക്കിയിട്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കി കേട്ടോ. മേലത്തെ ഭാഗം ഫസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മുട്ടുസൂചി വെച്ചിട്ട് ബോൾ പിൻ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ടൈം പിടിക്കുള്ളൂ ഇതിനൊക്കെ.
എന്താ മേലത്തെ പാർട്ടൊക്കെ ഫസ്റ്റ് ഒന്ന് ഫ്രില്ല് കുറച്ച് ഞാൻ ഇട്ടുകൊടുത്ത് ഇതേപോലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ അയൺ ചെയ്യാൻ. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഫുള്ളും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒന്ന് വെറുതെ അയൺ ചെയ്തിട്ട് പിന്നെ സ്റ്റീം കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ അയണെടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ അയൺ ബോക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണുന്ന താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അയണൊക്കെ എടുത്തിട്ട് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ വന്നിട്ട് പ്ലീറ്റ് ഇട്ടെടുത്തിട്ട് നമുക്ക് അതൊന്ന് ബോഡീൻ്റെ പാർട്ടിലൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ എക്സ്ട്രാ ഉള്ളതൊന്ന് അതിൻ്റെ മേലൊന്ന് വെച്ചടിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ട്രൈറ്റ് ഒന്ന് വെച്ചിട്ടടിക്കുക, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓവർ ക്ലോത്ത് ഉള്ളിൽ നിന്നാൽ ആ ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ് ഇടുന്ന ഭാഗത്തായിട്ട് നല്ല പൊന്തി നിൽക്കും കേട്ടോ. ഞാൻ പ്ലീറ്റ് ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ചെറുങ്ങനെ ഇങ്ങനെ കട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അയൺ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമ്മൾ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗവും പിന്നെ ഈ ഫ്രില്ലിട്ടിൻ്റെ സെൻറ്റർ ഭാഗവും നോക്കിയിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് റെഡിയായി. ഇനി ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സ്ലീവ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതൊന്നും സ്കിപ്പ് ചെയ്യരുതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാണ്ട് ഇടണ്ട്. അപ്പോൾ ഇതാ ഞാൻ സ്ലീവ്സിൽ കുറച്ച് വർക്ക് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഞാൻ സ്ലീവ്സിൻ്റെ ആ ഭാഗം വിട്ടിട്ട് ബാക്കിയുള്ള പോർഷനാട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഓരോ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ ലൈനിങ് പീസ് സെപ്പറേറ്റും ഉള്ളത്തെ പുറത്തത്തെ മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മളെ സൈഡ്സൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ശേഷം വീഡിയോ എടുക്കാൻ മറന്നുപോയപ്പോൾ ഞാൻ റിങ് ഇട്ടതിൻ്റെ ശേഷം ആ ഊരിയ പിന്നെയും മടിയാട്ടോ ടൈറ്റാക്കി കൊടുക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറയാം. ഇനി ഞാൻ നെക്കിൽ കുറച്ച് വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വർക്ക് ഫൈനൽ ലുക്ക് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ആട്ടോ ഫൈനൽ ലുക്ക്. അങ്ങനെ കുറച്ച് ഹാൻഡ് വർക്കും പിന്നെ കുറച്ച് ഇതൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ആ നെക്കിൽ ചെയ്ത വർക്ക് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.